Hi students, are you fine? Okay. Welcome back to our cooperation class. In previous class, our completed the first chapter. Today, I discussing the second chapter, cooperative legislation in India. The second chapter ആണ് cooperative legislation in India. ഈ ചാപ്റ്ററിലെ നമ്മുടെ ഇന്ത്യയിലെ കുറേ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയമങ്ങൾ അഥവാ ആക്ടിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 1904 ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നതാണ് ഫസ്റ്റിൽ പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിൾ, objectives were to encourage thrift, self-help and cooperation among agriculturists, artisans and persons of limited means. അതായത് ഓരോ ആക്ടിൻ്റെയും പ്രിയാമ്പിൾ അഥവാ അതിൻ്റെ ആമുഖത്തിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടായ 1904ൻ്റെയും പ്രിയാമ്പിളിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒബ്ജക്റ്റീവ്സ്? were to encourage thrift, self-help and cooperation among agriculturists, artisans and persons of limited means. അതായത് അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ആർട്ടിസൻസ് ആയിട്ടുള്ള ആളുകൾ, ആ ഏരിയയിൽപ്പെട്ട എല്ലാ ആളുകളുടെയും ഇടയിൽ ഒരു മിതവ്യയശീലം അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ആക്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. അതായത് 1904 ആക്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഒരു ആക്ടിൻ്റെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ 1904 ആക്ടിൻ്റെ പ്രൊവിഷൻസ് ആണ് ദെൻ പറയുന്നത്. ഫസ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് എനി 10 person ലിവിങ് ഇൻ ദ സെയിം വില്ലേജ് ഓർ ടൗൺ ഓർ ബിലോങ്ങിങ് ടു ദ സെയിം ക്ലാസ് ഓർ കാസ്റ്റ് മേ ബി രജിസ്റ്റേർഡ് ആസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ ആക്ട് പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം 10 person വേണം. അതായത് ഓരോ വില്ലേജിലുള്ള അല്ലെങ്കിൽ ഓരോ ടൗണിൽപ്പെട്ട 10 persons ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആക്ട് പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ വർക്കിംഗ് ഓഫ് എ സൊസൈറ്റി were to raise funds by way of deposits from members, non-members, ലോൺ ഫ്രം മെമ്പേഴ്സ്, ഗവൺമെന്റ് ആൻഡ് അതർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ സ്വരൂപിക്കുന്നത് എങ്ങനെയാണ്? ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം മെമ്പേഴ്സിൽ നിന്നുള്ള ഡെപ്പോസിറ്റുകൾ, അതുപോലെ തന്നെ നോൺ മെമ്പേഴ്സിൽ നിന്നുള്ള ഡെപ്പോസിറ്റുകൾ, മറ്റ് മെമ്പേഴ്സിൽ നിന്നുള്ള ലോണുകൾ, അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്നുള്ള ലോണുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ലോണുകളൊക്കെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ദ സെൻട്രൽ ഗവൺമെന്റ് മേ അപ്പോയിന്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ഈച്ച് പ്രൊവിൻസ്. അതായത് ഓരോ പ്രൊവിൻസ് എന്ന സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിലേക്കും രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതിന് ആദ്യമായിട്ട് ആരാണ് രജിസ്ട്രാർ? ഹു ഈസ് എ രജിസ്ട്രാർ? രജിസ്ട്രാർ ഈസ് ദ ഹെഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡാണ് ആരെന്ന് പറയുന്നത് രജിസ്ട്രാർ എന്ന് പറയുന്നത്. രജിസ്ട്രാർ ഈസ് എ കോമ്പിറ്റന്റ് അതോറിറ്റി ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലെയും കോപ്പറേറ്റീവ് സൊസൈറ്റിനെ രജിസ്റ്റർ ചെയ്യാനുള്ള പവർ ആരിലാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്? രജിസ്ട്രാറിലാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഓരോ സ്റ്റേറ്റിലേക്കും ഉള്ള രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൊവിഷൻ ദ ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഈച്ച് പ്രൊവിൻസ് പുട്ട് അണ്ടർ ദ ചാർജ് ഓഫ് രജിസ്ട്രാർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൺട്രോൾ എന്ന് പറയുന്നത് ആരിലാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്? രജിസ്ട്രാറിലാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ രജിസ്ട്രാർക്കാണ് ആനുവൽ ഓഡിറ്റ് ഒക്കെ നടത്താനുള്ള റൈറ്റ് എന്ന് പറയുന്നവർക്കാണ് രജിസ്ട്രാർക്കാണ്. അപ്പൊ ഈ ആക്ട് പ്രകാരം ദ ആനുവൽ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ സൊസൈറ്റി ബൈ RCS ഫ്രീ ഓഫ് ചാർജ് വാസ് മെയ്ഡ് ബൈ രജിസ്ട്രാർ ഈസ് കമ്പൽസറി. അതായത് ഈ ആക്ട് പ്രകാരം
കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ആനുവൽ ഓഡിറ്റ് നടത്തുന്ന ആരാണ്? രജിസ്ട്രാറാണ്. പക്ഷേ ചാർജ് എങ്ങനെയാണ്? ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് ഓഡിറ്റ് നടത്താനായിട്ട് പ്രത്യേക ചാർജ് ഒന്നുമില്ല. ഫ്രീ ആയിട്ടാണ് രജിസ്ട്രാർ എന്ത് ചെയ്തു കൊടുക്കാറ്? ഓഡിറ്റ് നടത്തുന്നത്. നെക്സ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് സൊസൈറ്റീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. Societies were classified into two, namely rural and urban society. ഈ ആക്ട് പ്രകാരം സൊസൈറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൂറൽ സൊസൈറ്റിയും അതുപോലെ തന്നെ അർബൻ സൊസൈറ്റി. Rural society were to have 4/5 members were agriculturist. റൂറൽ സൊസൈറ്റിയിലെ 4/5 മെമ്പേഴ്സ് ആരാണ്? അഗ്രികൾച്ചറിസ്റ്റ് ആണ്. വൈൽ അർബൻ സൊസൈറ്റിയിലെ 4/5 മെമ്പേഴ്സ് എന്ന് പറയുന്ന ആരായിരിക്കും? നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആയിരിക്കും. നെക്സ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയുടെ ഒക്കെ ലൈബിലിറ്റി എങ്ങനെയാണെന്നുള്ളതാണ്. ദ ലൈബിലിറ്റി ഓഫ് എ മെമ്പേഴ്സ് ഓഫ് എ റൂറൽ സൊസൈറ്റി വാസ് ടു ബി അൺലിമിറ്റഡ്. റൂറൽ സൊസൈറ്റിയുടെ ലൈബിലിറ്റി എപ്പോഴും എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ലൈബിലിറ്റി ആയിരിക്കും. Then liability of an urban society was to either limited or unlimited according to the desires of their members. എന്നാൽ അർബൻ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡോ അൺലിമിറ്റഡോ ആയിരിക്കാം. മെമ്പേഴ്സിന്റെ ഡിസയർ അനുസരിച്ച് ലിമിറ്റഡ് സൊസൈറ്റികളോ അല്ലെങ്കിൽ അൺലിമിറ്റഡ് സൊസൈറ്റികളോ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ദർ വാസ് നോ പ്രൊവിഷൻ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ റൂറൽ സൊസൈറ്റി. റൂറൽ സൊസൈറ്റിയിലെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് യാതൊരു പ്രൊവിഷൻസും ഈ ആക്ട് പ്രകാരം കൊണ്ടുവന്നിട്ട് ഇല്ല. എന്നാൽ ഇൻ അർബൻ സൊസൈറ്റി നോ ഡിവിഡൻഡ് വാസ് പേയബിൾ ഓൺ ദ ബേസിസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. അർബൻ സൊസൈറ്റിയിലെ ഷെയർ ക്യാപിറ്റലിന്റെ ബേസിസിൽ ഒരിക്കലും ഡിവിഡൻഡ് ഡിവൈഡ് ചെയ്തില്ല. നെക്സ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ലോൺസ് വെർ ഗിവൺ ഓൺലി ടു മെമ്പേഴ്സ് ഓൺ റിയൽ സെക്യൂരിറ്റി ബട്ട് നോട്ട് ഓർഡിനറിലി ഓൺ ചാറ്റൽ സെക്യൂരിറ്റി. അതായത് ഈ ആക്ട് പ്രകാരം മെമ്പേഴ്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് റിയൽ സെക്യൂരിറ്റിയുടെ ബേസിസ്. റിയൽ സെക്യൂരിറ്റി ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത് റിയൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ബട്ട് നോട്ട് ഓർഡിനറിലി ഓൺ ചാറ്റൽ സെക്യൂരിറ്റി. ചാറ്റൽ സെക്യൂരിറ്റി എന്നാൽ ലാൻഡ്, ബിൽഡിംഗ് അങ്ങനെയുള്ള വസ്തുക്കളുടെ മേലൊന്നും എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല? ലോൺസ് പ്രൊവൈഡ് ചെയ്യാറില്ല. ഓൺലി റിയൽ സെക്യൂരിറ്റിയുടെ ബേസിസിൽ മാത്രമാണ് ഈ ആക്ട് പ്രകാരം സൊസൈറ്റികൾക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്തത്. അടുത്ത പ്രൊവിഷൻ എന്ന് പറയുന്നത് ദ ഇൻട്രസ്റ്റ് ഓഫ് എനി മെമ്പേഴ്സ് ഓൺ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി വാസ് ലിമിറ്റഡ് അപ് ടു 1/5 ഓഫ് ദ ടോട്ടൽ ഷെയർ ഓർ ₹1000 whichever is less. അതായത് ഷെയർ ക്യാപിറ്റൽ സൊസൈറ്റിയുടെ മെമ്പേഴ്സിന്റെ ഷെയർ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ലിമിറ്റ് ചെയ്തിരുന്നു? അപ് ടു 1/5 ഓഫ് ദ ടോട്ടൽ ഷെയർ ഓർ ₹1000 whichever is less. ടോട്ടൽ ഷെയറിന്റെ 1/5 അല്ലെങ്കിൽ ₹1000 ഇതിലേതാണോ കുറവ് അതാണ് ഒരു മെമ്പറിന്റെ ഷെയർ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. Societies were registered under the Cooperative Societies Act were exempted from payment of Stamp Act, Registration Act and Income Tax Act. ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റികൾക്ക് എന്തിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്? സ്റ്റാമ്പ് ആക്ടിൽ നിന്നും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ആക്ടിൽ നിന്നൊക്കെ പ്രത്യേകം ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് The area of operation of a cooperative societies was limited or small. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അതായത് നിയമപ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഡു നോട്ട് ഓവർലാപ്പ് ദ ഏരിയ ഓഫ് എ അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ എന്ന് പറയുന്നത് മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയയിലേക്ക് കവർ ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. The last point, the share capital of a members of a society was exempted from attachment for his debts due to society. അതായത് ഒരു മെമ്പറിന്റെ ഷെയർ ക്യാപിറ്റലിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റാച്ച്മെന്റ് നടപടികൾക്ക് വിധേയമാക്കാനായിട്ട് സാധിക്കില്ല. അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ജപ്തി നടപടികൾക്ക് വിധേയമാക്കും. അതായത് നമ്മളിപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോണൊക്കെ എടുത്തെന്ന് വിചാരിക്കുക. ആ ലോൺ എമൗണ്ട് അടച്ചില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ഷെയർ ക്യാപിറ്റലിനെ ഒരിക്കലും അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയും പോയിന്റുകളാണ് ഇത് വരുന്നത് 1904 ആക്ടിന്റെ പ്രൊവിഷൻസിൽ വരുന്നത്. 1904 ആക്ടിന്റെ പ്രൊവിഷന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന് ധാരാളം ലിമിറ്റേഷൻസും ഉണ്ട്. എന്തൊക്കെയാണ് 1904 ആക്ടിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ അഥവാ ഡ്രോബാക്സ് എന്ന് പറയുന്നത്? അതായത്
The Act provided for the organization of primary credit societies only. അതായത് 1904 ആക്ട് പ്രകാരം ഓൺലി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ ആക്ടിൽ സാധിച്ചിരുന്നു. മറ്റൊരു ഡ്രോബാക്സ് എന്ന് പറയുന്നത് there was no provision on the first act for the organization of non-credit society, federal type societies and cooperative union. ഈ ആക്ട് പ്രകാരം നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളോ അല്ലെങ്കിൽ ഫെഡറൽ ടൈപ്പിൽപ്പെട്ട സൊസൈറ്റികളോ മറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകളോ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഈ ആക്ടിൽ ഉണ്ടായിരുന്നത്. Then, under the 1904 Act, cooperative societies were classified into two, namely rural and urban, but it was unscientific. നമ്മൾ പറഞ്ഞു ഈ ആക്ട് പ്രകാരം സൊസൈറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, അതായത് റൂറൽ സൊസൈറ്റി ആൻഡ് അർബൻ സൊസൈറ്റി. എന്നാൽ ബട്ട് ഇറ്റ് വാസ് അൺസയന്റിഫിക്. ഇതൊന്നും നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല എന്നതാണ് അതിൻ്റെ മറ്റൊരു ഡ്രോബാക്സ് എന്ന് പറഞ്ഞു. Then there was no provision for the distribution of profit. മാത്രമല്ല ഈ ആക്ട് പ്രകാരം പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള യാതൊരു പ്രൊവിഷനും ഉണ്ടായിരുന്നില്ല. അതുപോലെ according to the provision of bylaw, the entire profit was transferred to indivisible reserve fund. മുഴുവൻ പ്രോഫിറ്റും എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതായത് ഈ ആക്ടിലെ ബൈലോ പ്രകാരം എൻ്റെ പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്താണ് ബൈലോ? ബൈലോ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയ ഡോക്യുമെന്റ്സ് ആണ് എന്ന് പറയുന്നത് ബൈലോ. അപ്പോൾ ബൈലോ അനുസരിച്ച് എൻ്റെ പ്രോഫിറ്റും എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. The next limitation എന്ന് പറയുന്നത് it was realized that cooperative movement could not flourish unless the rights of shareholders to reasonable share of profit by way of dividend was recognized. അതായത് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് യാതൊരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. ഈ ഒരു ആക്ട് കൊണ്ടുവന്നപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ദ റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ടു റീസണബിൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ബൈ വേ ഓഫ് ഡിവിഡൻഡ് വാസ് റിയലൈസ്ഡ്. അതായത് റീസണബിൾ റേറ്റിലുള്ള ഒരു ഡിവിഡൻഡ് ഒന്നും ആർക്ക് ലഭിച്ചില്ല? ഷെയർ ഹോൾഡേഴ്സിന് ലഭിച്ചില്ല. ഇത്രയാണ് 1904 ആക്ടിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ 1904 ആക്ടിന്റെ പ്രൊവിഷൻസും പറഞ്ഞു, അതിന്റെ ലിമിറ്റേഷൻസും പറഞ്ഞു. ഇനി 1904 ആക്ടിന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ആക്ട് ആയിട്ടുള്ള 1912 ആക്ട് വരുന്നത്. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1912. ഇനി എന്തൊക്കെയാണ് ഈ 1912 ആക്ടിന്റെ അസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്നാണ് ദെൻ പറയാനായിട്ട് വന്നത്. The essential features of this act was following. താഴെ പറഞ്ഞതാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അണ്ടർ ദിസ് ആക്ട് any society, credit or otherwise, having as its objectives the promotion of economic interest of the members in accordance with the cooperative principles could be registered under with or without limited liability. ഈ ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ലിമിറ്റഡ് ലയബിലിറ്റി എന്നും അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അൺലെസ് അതർവൈസ് ഡയറക്റ്റഡ് ബൈ ദ ലോക്കൽ ഗവൺമെന്റ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ലോക്കൽ ഗവൺമെന്റ് ആണെങ്കിൽ ദ ലയബിലിറ്റി ഓഫ് എ സെൻട്രൽ സൊസൈറ്റി ഷാൽ ബി ലിമിറ്റഡ്. സെൻട്രൽ സൊസൈറ്റിയുടെ ലയബിലിറ്റി എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. Then the liability of a rural society shall be unlimited. Rural society liability എന്തായിരിക്കും? Unlimited ആയിരിക്കും. The liability of other type of society shall be limited or unlimited. മറ്റു തരത്തിലുള്ള സൊസൈറ്റികളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡോ അൺലിമിറ്റഡോ ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഗവൺമെന്റ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയുടെ ലയബിലിറ്റി ലിമിറ്റഡ്, റൂറൽ സൊസൈറ്റിയുടെ ലയബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ്. അതർ ടൈപ്പ് ഓഫ് സൊസൈറ്റിയുടെ ലയബിലിറ്റി എന്തായിരിക്കും? ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്. Then third point, the requirements of an annual audit by the registrar or his staff was retained, but audit fee was charged on the societies. അതായത് 1904 ആക്ടിലെ രജിസ്ട്രാർ ആയിരുന്നു ഓഡിറ്റ് നടത്തിയിരുന്നത്. എന്നാൽ 1912 ആക്ടിലെ രജിസ്ട്രാറോ അല്ലെങ്കിൽ അയാളുടെ സ്റ്റാഫിനോ എന്ത് നടത്താം? ഓഡിറ്റ് നടത്താം.
മാത്രമല്ല ഓഡിറ്റ് ഫീ വാസ് ചാർജ് ഓൺ ദി സൊസൈറ്റീസ്. ഈ ആക്ട് പ്രകാരം പ്രത്യേകം ഓഡിറ്റ് ഫീ ചാർജ് ചെയ്തു. Then third point included provision for the distribution of profit including payment of dividend to shareholders. അതായത് ഈ ആക്ട് പ്രകാരം പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രത്യേക പ്രൊവിഷൻ ഈ ആക്ടിന്റെ കീഴിൽ കൊണ്ടുവന്നു. Then fifth point, local government were given wide discretion making rules for the better working of a society including condition of membership, procedure for meeting and provision for audit. അതായത് ലോക്കൽ ഗവൺമെന്റ് ഇത്തരം സൊസൈറ്റികൾക്കൊക്കെ പ്രത്യേക പവർ കൊണ്ടുവന്നു. അവർക്ക് പ്രത്യേക റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ കൊണ്ടുവന്നു. എന്തിനൊക്കെയാണ് റൂൾസ് മേക്ക് ചെയ്തത്? ഫോർ ബെറ്റർ വർക്കിംഗ് ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റിയുടെ ബെറ്റർ വർക്കിങ്ങിനുള്ള റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ കൊടുത്തു. എന്തൊക്കെയാണത്? കണ്ടീഷൻ ഓഫ് മെമ്പർഷിപ്പിനുള്ള പ്രത്യേക പ്രൊവിഷൻസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ പ്രൊസീജിയർ ഫോർ മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ്, അതുപോലെ തന്നെ ഓഡിറ്റ് നടത്താനുള്ള പ്രൊവിഷൻസ് ഈ ആക്ടിന്റെ കീഴിൽ കൊണ്ടുവന്നു. ദെൻ സിക്സ്ത് പോയിന്റ്, corporation or its equivalent word may not be used in the name of any business organization not registered according to the Cooperative Societies Act. അതായത് ഈ ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ആക്ടിൽ വരാത്ത ഒരു ഓർഗനൈസേഷനും ഏത് വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല? കോർപ്പറേഷനോ അതിന്റെ ഇക്വാലന്റ് വേർഡുകളോ അതിന്റെ നെയിമിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് സെവൻത് പോയിന്റ്, ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് in a cooperative society were exempted from court attachment. ഈ ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയറോ ഷെയറിന്റെ ഇൻട്രസ്റ്റിനെയോ ഒരിക്കലും കോർട്ടിന്റെ അറ്റാച്ച്മെന്റ് നടപടികൾക്ക് വിധേയമാക്കാനായിട്ട് സാധിക്കും. Then eighth point, societies were exempted from payment under Stamp Act, Registration Act and Income Tax Act. ഈ ആക്ട് പ്രകാരം സൊസൈറ്റിക്ക് പല എക്സംഷൻസും കൊടുത്തു. അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് അതിന് ഇളവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ, ഇൻകം ടാക്സ്, ഇതിനൊക്കെ പ്രത്യേകം എക്സംഷൻസ് സൊസൈറ്റികൾക്ക് ലഭ്യമായി. And last point, societies were classified according to the nature of liability, namely limited liability society and unlimited liability society. ഈ ആക്ട് പ്രകാരം സൊസൈറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി എന്നും അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത്രയാണ് 1912 ആക്ടിന്റെ പ്രൊവിഷൻസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്ററിൽ ഏതൊക്കെ ആക്ടുകൾ പഠിച്ചു? 1904 ആക്ടും അതുപോലെ തന്നെ 1912 ആക്ടും പഠിച്ചു. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് കൺക്ലൂഡസ് ഇൻ ദിസ് ടോപ്പിക്സ്. ഫസ്റ്റ് ടോപ്പിക് provisions of 1904 Act, second topic limitations of 1904 Act, and third provisions of the 1912 Act. Thank you all. See you next week.